ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഒരു യുവതിയിൽ നിന്ന് പിടിച്ചുവെന്ന വാർത്തയാണ്. കഞ്ചാവുമായി എത്തിയത് ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റിന എന്ന തസ്ലിമ സുൽത്താന. ഇവർക്കൊപ്പം അവരുടെ മക്കളും ഉണ്ടായിരുന്നു എന്ന വാർത്ത. മണ്ണഞ്ചേരി സ്വദേശി ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താൻ വേണ്ടിയാണ് ആലപ്പുഴയിലേക്ക് ഇത്ര കൂടുതൽ കഞ്ചാവ് അവർ കൊണ്ടുവന്നത്. തായ്ലാൻഡിൽ നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചതെന്നാണ് സൂചന. വൻ ലഹരിവേട്ടയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ക്രിസ്റ്റിന സെക്സ് റാക്കറ്റിലെ കണ്ണിയെന്നും എക്സൈസ് വകുപ്പ് പറയുന്നു. പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. എറണാകുളത്തും വിതരണം ചെയ്തതായി കൃഷ്ണയുടെ മൊഴി. പിടികൂടിയത് മാരക ലഹരി വസ്തു തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണല്ലോ വിവരങ്ങൾ. ഇത് MDMA-യേക്കാൾ അപകടകാരിയായിട്ടുള്ളൊരു രാസവസ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു ലഹരി വസ്തുവാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്. അത് മാർക്കറ്റിൽ വലിയ വിലയുള്ള ഒരു വസ്തു കൂടിയാണ്, ലഹരി വസ്തു കൂടിയാണ്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് നാർക്കോട്ടിക് CI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴ മാരാരിക്കുളത്ത് ഗാർഡൻ എന്ന റിസോർട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ഇവരുടെ കൂടെ ഫിറോസ് എന്ന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയും ഉണ്ടായിരുന്നു. ഫിറോസിന്റെ കൂടെ ഇവർ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് എത്തി. ആലപ്പുഴയിൽ പല സ്ഥലത്തും വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ എത്തിച്ചത്. ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ഇവിടെ എത്തിയതെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. ആ വിവരം ലഭിച്ചെങ്കിലും ആലപ്പുഴയിലെ റിസോർട്ടിലേക്ക് ഇവർ എത്തുമെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആലപ്പുഴയിലെ നഗരത്തിലെയും ഒപ്പം തന്നെ മാരാരിക്കുളം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെയും കായൽ ടൂറിസം മേഖലയിലൊക്കെ തന്നെ റിസോർട്ടുകൾ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ ഈ മാരാരിക്കുളത്ത് ഇവർ എത്തി എന്നുള്ള സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത്. ഈ ക്രിസ്റ്റീന എന്ന ഈ സ്ത്രീയുടെ ഒപ്പം അവരുടെ മക്കൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ എക്സൈസ് സംഘം പറയുന്നത്. ഇവർ സെക്സ് റാക്കറ്റിലെ ഒരു കണ്ണി കൂടിയാണെന്ന് എക്സൈസ് സംഘത്തിന് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നത്. ഒപ്പം തന്നെ പ്രത്യേക കൃഷി രീതിയിലൂടെയാണ് ഈ രീതിയിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വിപണിയിൽ എത്തിക്കുന്നത്. അങ്ങനെ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതാണ് എക്സൈസിന് ലഭിച്ച വിവരം. അങ്ങനെ വലിയ രീതിയിലുള്ള വൻ ലഹരി വേട്ടയാണ് ആലപ്പുഴ എക്സൈസ് സംഘം ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. അതീവ രഹസ്യമായിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. കാരണം ഈ പ്രതികളെ എത്രയും വേഗം ഇങ്ങനെ വിവരം ലഭിച്ചാൽ രക്ഷപ്പെട്ടു പോകുന്നത് സാധാരണ രീതിയാണ്. ഈ സമീപകാലത്ത് ഇങ്ങനെ എയർപോർട്ടിന് പുറത്തു നിന്ന് ഈ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് സമീപകാലത്തെ ആദ്യ സംഭവമാണ്. ഇതിനു മുമ്പ് എയർപോർട്ടിൽ വെച്ചൊക്കെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. പക്ഷേ പുറത്ത് വെച്ച് പിടികൂടുന്ന ആദ്യ സംഭവമാണ്. ഒപ്പം തന്നെ ഈ ക്രിസ്റ്റീനയുടെ ഫോണിൽ നിരവധി സിനിമാ മേഖലയിലെ നിരവധി ആളുകളുടെ ഫോൺ നമ്പറുകൾ ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുള്ളതും ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റും ഈ എക്സൈസ് സംഘം ലഭിച്ചിട്ടുണ്ട്.